ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ലൈം ജ്യൂസ് ഇരിക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ഉടനെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ചൊന്നും എടുത്ത് എന്നിട്ട് ഞാൻ അത് കുടിക്കാൻ പോവുകയാണ് ഗായ്സ്. ഭയങ്കര എക്സൈറ്റഡ്. ഈ ചൂട് കാലത്ത് ഇച്ചിരി തണുത്തൊരു ഐറ്റം കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എനിക്കൊരു ഹാപ്പിയായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ കുടിച്ചു ഗായ്സ്. സത്യം പറയാലോ കിട്ടുമായിരുന്നു. ഇതെൻ്റെ ചേട്ടനായിരുന്നു ഉണ്ടാക്കി വെച്ചെന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചു. സംഭവം കൊള്ളാം, എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ അമ്മേൻ്റെ ബാഗ് അടുത്തിരുന്ന് അമ്മേൻ്റെ ബാഗിൽ കൈ ഇട്ടപ്പോൾ എനിക്ക് ഇത്രയും മുട്ടായിട്ടൊന്നും പ്രതീക്ഷയില്ല. കിറ്റ്കാറ്റും ഈ ബോണ്ടിൽ ജെല്ലിയും പിന്നെ ആൽബലിബിയും, ഇപ്പം ഇത് മൂന്നും ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ കിറ്റ്കാറ്റ് കഴിച്ച് ബാക്കി 2 മുട്ടായിസിനെയും വേറെ ഫ്ലേവറാണ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഫ്ലേവർ കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ആൽബലിബിൻ്റെ ഈ സ്ട്രോബെറി ഫ്ലേവറായിരുന്നു അത് ഓപ്പൺ ചെയ്ത്. അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിച്ചു. സ്ട്രോബെറി നല്ല ഫ്ലേവർ കൊള്ളാമായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കൊള്ളാം, മറ്റേ ഫ്ലേവേഴ്സിനും വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ ഈ ഒരു ജെല്ലി ആയിരുന്നു, ഗ്രീൻ കളറായിരുന്നു. അത് പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെ പൊട്ടിച്ചു. സംഭവത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്, വേറൊരു ടേസ്റ്റില്ല. ഗ്രീൻ ആപ്പിളിൻ്റെ ചെറിയൊരു ടേസ്റ്റ് മാത്രമേ എനിക്കിത് ഫീൽ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി എന്തിനാണ് എന്തോ ഫീൽ ചെയ്യുന്നത്. പിന്നെ കിറ്റ്കാറ്റ് പിന്നെ അറിയണ്ടല്ലോ, പിന്നെ പൊട്ടിച്ച് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കഴിക്കുന്നതാണ്. പിന്നെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ആൽബലിബിൻ്റെ സ്ട്രോബെറി ഫ്ലേവറും ആ ജെല്ലീൻ്റെ മുട്ടായും കഴിച്ചിട്ടില്ലാത്തവർ എല്ലാവരും കഴിക്കണേ. ആൽബലിബിൻ്റെ മുട്ടായി ഒരു